ഹലോ ഗായ്സ്, നമുക്കിന്നിപ്പോൾ ഒരു ഉപകാരമുള്ള സാധനം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യമായിട്ടുള്ളത് ഒരു ഐസ്ക്രീം സ്റ്റിക്കാണ്. എന്നിട്ട് ഐസ്ക്രീം സ്റ്റിക്കിന്ന് ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ തെറിച്ച ഐസ്ക്രീമിൻ്റെ ചെറിയ സ്റ്റിക്ക് എടുത്തിട്ട് ഇതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ അളവ് നോക്കിയിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് അതിനെ മാറ്റി കൊടുക്കുക. ചുറ്റും ഇത് ചെയ്താൽ മതി. ഞാനിവിടെ മാറ്റി കൊടുക്കാം കേട്ടോ ചെയ്തേ. എന്നിട്ട് ഞാൻ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്നുള്ളത് ഒന്ന് ഒട്ടിക്കലാണ് കേട്ടോ. എന്നിട്ട് അതിന് ഫെവിക് ഗ്ലൂവോ സൂപ്പർ ഗ്ലൂവോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. അത് നല്ലോണം ഒട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഇളകി പോകും. ഈ ഫെവി ഗ്ലൂ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം അവിടെ അതിനെ പിടിച്ച് നിൽക്കണം കേട്ടോ. എന്നാലേ അതൊന്ന് ശരിയായി വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞത്. എന്നിട്ട് നമുക്കൊരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ ഇഷ്ടമുള്ള ചിത്രം വരച്ചിട്ടോ ഇല്ലെങ്കിൽ എടുത്തിട്ട് ഒട്ടിക്കാം കേട്ടോ. എന്നിട്ട് അതിനെ കറക്റ്റ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എളുപ്പം കഴിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ പേപ്പറിന് സ്റ്റിക്കറൊക്കെ കൂട്ടി മുറിച്ച് വെച്ച പിക്ചറില്ലേ, അതിലേക്ക് ഒന്ന് തേച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഗൈസ് പണി. ഭയങ്കര ഈസിയല്ലേ, നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പേപ്പർ ക്ലിപ്പാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ.